4-ാമത്തെ വയസ്സ് തൊട്ട് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞപ്പോൾ 4-ാമത്തെ വയസ്സിൽ ഈ കൊച്ച് കണ്ടത് ഞെട്ടിക്കുന്നൊരു കാഴ്ച എന്ന് പറയുന്നത് സ്വന്തം അപ്പനെ വേറൊരാൾ മുടിയില്ലാത്ത ആളുകൾക്ക് മുടി വരെ വന്നിട്ടുണ്ട്. മുടിയില്ലാത്തവർക്ക് മുടി വളർത്താൻ ഹിപ്നോതെറാപ്പിക്ക് സാധിക്കുമെന്നാണോ? സ്ട്രെസ് റിലേറ്റഡ് അലോപേഷ്യ എന്ന് പറയും. ഒരു ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരു ഹിപ്നോതെറാപ്പിസ്റ്റിന് അയാൾക്ക് ഹിപ്നോതെറാപ്പി ചെയ്യാമെന്നത് 2003 ഇന്ത്യൻ ഗവൺമെൻറ് അത്ര നിയമം ഉണ്ടാക്കിയിട്ടുണ്ട്. വിവാഹവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രശ്നങ്ങൾക്ക് ഹിപ്നോതെറാപ്പി ഒരു സൊല്യൂഷനാണ്. അതെ. അതെങ്ങനെയാണ്? നോർമലി ഒരു വിവാഹവിയോധത്തിൻ്റെ ഒരു കംപ്ലീഷൻ എന്ന് പറയുന്നത് ഒരു സെക്സ്വൽ ലൈഫാണ് അല്ലേ? അതില്ലെങ്കിൽ ഒരിക്കലും അതിനൊരു കംപ്ലീഷൻ ഉണ്ടാവില്ല. ഒരു വ്യക്തിക്ക് സ്വാഭാവികമായിട്ടും നല്ലൊരു സെക്സ്വൽ ബന്ധത്തിലേക്ക് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ബന്ധത്തിലേക്ക്, ലൈംഗിക ബന്ധം എന്നതിലേക്ക് അവർ പോകണമെന്നുണ്ടെങ്കിൽ ഇവർ തമ്മിലൊരു അറ്റാച്ച്മെൻറ്റ് ഉണ്ടാകണം. ഹായ് ഗൈസ്, അപ്പോൾ ഇന്ന് എനിക്കൊപ്പം ഉള്ളത് ജിനു ജെയിംസ് ആണ്. പ്രത്യേകിച്ച് ഒരു ഇൻട്രൊഡക്ഷൻ ഒന്നും ആവശ്യമില്ല. അദ്ദേഹം ഒരു ഇന്റർനാഷണലി സർട്ടിഫൈഡ് ആയിട്ടുള്ള ക്ലിനിക്കൽ ഹിപ്നോതെറാപ്പിസ്റ്റ് ആണ്, മെസ്മറിസ്റ്റ് ആണ്. നിങ്ങൾ എല്ലാവരും അദ്ദേഹത്തെ എനിക്കൊപ്പം തന്നെ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഇന്ന് കുറച്ചധികം സംശയങ്ങളുമായിട്ടാണ് ഞാൻ വീണ്ടും വന്നിരിക്കുന്നത്. അപ്പൊ എന്തായാലും നമുക്ക് തുടങ്ങാം. നമുക്ക് വീണ്ടും ഹിപ്നോട്ടിസത്തിൽ തന്നെ തുടങ്ങാം. ഈ ഹിപ്നോട്ടിസം ഒരു തരത്തിലുള്ള തട്ടിപ്പാണോ? അത് എന്തുകൊണ്ടാണ്? അത് എത്രത്തോളം സയന്റിഫിക് ആണത്? ഹിപ്നോസിസ് പ്യൂർലി സയന്റിഫിക് ആണ്. ഇതിനെപ്പറ്റിയൊരു പഠനം ഇപ്പോഴും ഏറ്റവും കൂടുതൽ ഫോറിൻ രാജ്യങ്ങളിലൊക്കെ നടക്കുന്നുണ്ട്. നമ്മുടെ ഇവിടെ മാത്രമാണ്, ഇന്ത്യയിൽ മാത്രമാണ് ഇത് പോപ്പുലറായി വരുന്നതേ ഉള്ളൂ. കാരണം നമ്മൾ ഏത് കാര്യവും പതുക്കെ അക്സെപ്റ്റ് ചെയ്യുള്ളൂ. അപ്പോൾ അവിടുത്തെ പഠനങ്ങൾ നടക്കുമ്പോൾ ശരിക്കും എല്ലാ ദിവസവും നമ്മൾ ഹിപ്നോട്ടൈസ്ഡ് ആയിട്ടാണ് ജീവിക്കുക. ഉദാഹരണം, നമ്മൾ ഉറങ്ങുന്ന സമയത്ത് ഹിപ്നോട്ടൈസ്ഡ് ആയിട്ടാണ്. അപ്പോൾ എല്ലാ മനുഷ്യരും നമ്മൾ ഉറങ്ങുമ്പോൾ ഹിപ്നോട്ടൈസ്ഡ് ആണ്. നമുക്ക് ഹിപ്നോസിസിൻ്റെ ജസ്റ്റ് ഒരു എക്സ്പ്ലനേഷൻ പറയാം. നമുക്ക് 4 തരം ഉറക്കത്തിൻ്റെ അവസ്ഥകളുള്ളത്: ബീറ്റ, ആൽഫ, തീറ്റ, ഡെൽറ്റ എന്ന് പറയും. ഇത് നമ്മൾ ബീറ്റ സ്റ്റേജിൽ നിന്നും ആൽഫ സ്റ്റേജിലേക്ക് ഉറങ്ങി പോകുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന സജഷൻസ് ഉണ്ടാകും. ചുറ്റുപാട് ആളുകൾ നമ്മൾ എന്ത് പറയുന്നോ, നമ്മൾ എന്ത് ചിന്തിക്കുന്നോ, നമ്മൾ എന്ത് കാര്യങ്ങളെപ്പറ്റി ആലോചിച്ച് കിടക്കുന്നോ, വായിച്ചിട്ട് കിടക്കുന്നോ, കണ്ടിട്ട് കിടക്കുന്നോ, ഇതൊക്കെ ആ രാത്രിയിൽ അവൻ്റെ ബ്രെയിൻ പ്രോസസ്സ് ചെയ്ത് സേവ് ചെയ്തിട്ടുണ്ടാകും. രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഈ സ്റ്റേജ് റിവേഴ്സ് ആയിരിക്കും. ഡെൽറ്റ സ്റ്റേജിൽ നിന്ന് തീറ്റ സ്റ്റേജിൽ വരികയും, തീറ്റ സ്റ്റേജിൽ നിന്ന് ആൽഫ സ്റ്റേജിൽ വരികയും, ആൽഫയിൽ നിന്ന് ബീറ്റ സ്റ്റേജിലേക്ക് വരികയും. അപ്പോഴും രാവിലെ എഴുന്നേൽക്കുമ്പോഴും നല്ല കാര്യങ്ങൾ ചിന്തിച്ചില്ലെങ്കിൽ ഇത് വീണ്ടും റിവേഴ്സ് ആവും. ഇതൊരു ടൈപ്പ് ഓഫ് ഹിപ്നോസിസ് ആണ്. ഇതാണ് ഹിപ്നോസിസ് എല്ലാ ദിവസവും നടക്കുന്നത്. ഇത് ബയോളജിക്കലി നടക്കുന്ന ഹിപ്നോസിസ്. ഈ സെയിം സംഭവമാണ് നമ്മൾ ഹിപ്നോതെറാപ്പിയിൽ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ഓർഗാനിക്കലി അല്ലാതെ മേക്ക് ചെയ്തിട്ട് ഹിപ്നോട്ടൈസ് ചെയ്തിട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ഉള്ളിൽ പ്രശ്നമുണ്ടല്ലോ, ആ പ്രശ്നത്തിനെ ഓപ്പൺ ആക്കാൻ ഏറ്റവും നല്ല സ്റ്റേജാണ്. അതായത് ഉപബോധ മനസ്സിനെ ആക്സസ് ചെയ്യണം. ഇപ്പോൾ പല രാജ്യങ്ങളും ഈ ഹിപ്നോതെറാപ്പിനെയൊക്കെ അംഗീകരിക്കുന്നവരാണ്. പക്ഷെ നമ്മുടെ ഇന്ത്യയിലൊന്നും അതിനത്രത്തോളം സ്വീകാര്യത ലഭിക്കുന്നില്ല. എല്ലാവരും അതിനൊരു പേടിയോടെ അല്ലെങ്കിൽ സംശയത്തോടെ എന്തോ കള്ളത്തരമാണ് എന്നുള്ള രീതിയിലൊക്കെയാണ് കാണുന്നത്. അത് എന്തുകൊണ്ടായിരിക്കും? അപ്പോൾ ഏറ്റവും കൂടുതൽ മതം ഉള്ളത് എവിടെയാണ്? ഇന്ത്യയിലായിരിക്കാം. ഇന്ത്യയിലാണ്. മറ്റു രാജ്യങ്ങളിൽ മതമോ പള്ളിയൊക്കെ മാറ്റി ഇപ്പോൾ പല ഇതിലേക്ക് മാറ്റാൻ തുടങ്ങിയിട്ടുണ്ട്. പള്ളിയും പല പല സ്ഥാപനങ്ങളെല്ലാം. ദ റീസൺ ഇസ് ബിഹൈൻഡ്. കാരണം എവിടെയൊക്കെയാണോ ഇതിൻ്റെ ഇൻഫ്ലുവൻസ് ഉള്ളത് ഒരിക്കലും ഇതിൻ്റെ അക്സെപ്റ്റൻസ് ഉണ്ടാവില്ല എന്നുള്ളതാണ്. മതമുള്ളടത്ത് ഹിപ്നോതെറാപ്പി അംഗീകരിക്കില്ല. ഹിപ്നോതെറാപ്പി അല്ല, സൈക്കോളജി പോലും അക്സെപ്റ്റ് ചെയ്തില്ല ആൾക്കാർ. കാരണം ഹീലിംഗ് അവിടെ നിന്ന് നടക്കും, നമ്മുടെ വിശ്വാസങ്ങളിൽ നടക്കുമെന്നുള്ളൊരു കാര്യമുണ്ട്. അതിനൊരു എക്സാമ്പിൾ ഞാൻ പറയാം. ഹിപ്നോസിസും മതവും നമ്മൾ കണക്ട് ചെയ്തിട്ട് പറയുന്നതാണ്. നമ്മളൊരു പ്രാർത്ഥനാലയത്തിൽ പോയി ഭയങ്കരമായിട്ട് പ്രാർത്ഥിച്ചു, മുട്ട് തുറന്ന് കണ്ണ് തുറന്ന് ശരിക്കും ആത്മാർത്ഥമായിട്ട് മനസ്സുകൊണ്ട് ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചു, എൻ്റെ അസുഖം മാറണേ അത് മാറണേ എന്നല്ല, നടന്നു. ഇതേ സെയിം സംഭവം ഈ ആഗ്രഹത്തോടെ വേറൊരു സ്ഥലത്ത് വെറുതെ ഇരുന്ന് നമ്മൾ ആഗ്രഹിച്ചാലും നടക്കും. നടക്കും. മനസ്സിലായോ? അപ്പോൾ ദ സയൻസ് ഇസ് ദിസ്. നമ്മൾ എന്ത് കാര്യം ഡീപ്പായിട്ട് വിശ്വസിച്ച് അതിൻ്റെ ഔട്ട്കം ആഗ്രഹിച്ചിട്ട് ആലോചിക്കുന്നോ അത് നടക്കുന്നുള്ള. അപ്പോൾ ഞാനൊരു സംശയം ചോദിക്കട്ടെ. ഇപ്പം നമ്മൾ അമ്പലത്തിൽ പോയി അല്ലെങ്കിൽ പള്ളിയിൽ പോയി പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ ഫുള്ളി ഡെഡിക്കേറ്റഡ് ആയി ഒരു ആവശ്യം മുന്നോട്ട് വെക്കുന്നു, അത് നടക്കുന്നു. അപ്പോൾ അത് ഹിപ്നോതെറാപ്പിസ്റ്റിന്റെ അടുത്ത് വരുമ്പോഴും അത് തന്നെയാണ് സംഭവിക്കുന്നത്. ഇതിപ്പോ ഒരു അല്ലെങ്കിൽ ദൈവം അങ്ങനത്തെ ഒരാളുടെ സഹായമില്ലാതെയോ അല്ലെങ്കിൽ ഹിപ്നോതെറാപ്പിസ്റ്റിന്റെ സഹായമില്ലാതെയോ ഞാൻ ഒറ്റയ്ക്ക് ഇരുന്ന് മനസ്സറിഞ്ഞ് എനിക്കത് വേണം എന്ന രീതിയിൽ ചിന്തിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഒറ്റയ്ക്ക് നേടിയെടുക്കാൻ സാധിക്കില്ല. നേടിയെടുക്കാൻ പറ്റുന്ന ആളുകളുണ്ട്. പക്ഷേ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ, ഞാൻ ഈ ഒരു മതത്തിനെ ഒരു സാധനം കുറ്റം പറയുന്നല്ല കേട്ടോ. കാരണം അവർക്കും ഒരു ബിലീഫ് സിസ്റ്റം ഉണ്ടാവും. പോയി കഴിഞ്ഞാൽ അത് നല്ലതാണ്, അതിനകത്ത് ഞാൻ ഒന്നും കുറ്റം പറയുന്നത്, അത് നല്ലതാണ്. പക്ഷേങ്കിൽ മിസ്യൂസ് ചെയ്യപ്പെടുന്ന ആളുകളുണ്ട്, അത് വേറൊരു കാര്യം, അത് വേറൊരു സൈഡിൽ നിൽക്കട്ടെ. പക്ഷേ ഇത് അല്ലാതെയും പറ്റുന്ന ആളുകൾ 100% മാനസികമായ ധൈര്യമുള്ള ആളുകളായിരിക്കും. അതായത് അവർക്കൊരു ദൃഢവിശ്വാസം ഉണ്ടാകും, ഈ സംഭവം നമ്മളിതിൽ ചെയ്ത് കഴിഞ്ഞാൽ ആഗ്രഹിച്ച് നടക്കുമെന്നുള്ളത്. ഹിപ്നോതെറാപ്പിയിൽ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ, ഇവർ പറയുന്ന കാര്യങ്ങൾ പ്രശ്നം എന്ന് വെച്ചാൽ, ചില ഇമോഷണൽ ആയിട്ടുള്ള ചെറിയ പ്രശ്നങ്ങൾ നമ്മൾ ചെറുപ്പം മുതലേ ഉണ്ടാവും. ഇതൊരിക്കലും സെൽഫായിട്ട് എടുത്ത് കളയാൻ പറ്റില്ല.
ഒരാൾ സപ്പോർട്ട് നമുക്ക് വേണം. ഓക്കെ, ആ ആ സപ്പോർട്ടാണ് സപ്പോർട്ടാണ് ഹിപ്നോതെറാപ്പിയിൽ നമ്മൾ തെറാപ്പിസ്റ്റ് കൊടുക്കുന്ന സംഭവമാണ്. അപ്പോൾ അയാൾ പതുക്കെ അയാൾ ചെറുപ്പകാലഘട്ടങ്ങളിലേക്ക് കൊണ്ടുപോയി അവിടെയുള്ള പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് പതുക്കെ ചൂഴ്ന്നെടുത്ത് അതിൻ്റെ ഇമോഷൻസ് എല്ലാം പതുക്കെ കളഞ്ഞ് ആ വ്യക്തിയെ ആ ഒരു ഇമോഷണൽ ബോണ്ടേജിൽ നിന്ന് പുറത്ത് ചാടിച്ച് ഹീൽ ചെയ്യും. ഹീൽ ചെയ്യുക എന്ന് പറയുന്നത് ഹിപ്നോതെറാപ്പിസ്റ്റ് അല്ല ഹീൽ ചെയ്യുന്നത്. ഹിപ്നോതെറാപ്പിക്ക് വിധേയരാകുന്ന ആളുകൾ സ്വന്തമായിട്ട് ഹീൽ ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. അതിനുള്ളൊരു ടൂളാണ് ഹിപ്നോതെറാപ്പിസ്റ്റ്. അത്രേ ഉള്ളൂ സംഭവം. പക്ഷേ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഇത് തെറ്റിദ്ധരിക്കപ്പെടുന്നത് ഇതെന്തോ ഒരു ഡെവിളിഷാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ്, ഇതൊന്നും ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ളൊരു തെറ്റിദ്ധാരണയാണ്. പക്ഷേ പ്യൂർലി സയൻസാണ്. എല്ലാ ദിവസവും നമ്മൾ കടന്നു പോകുന്നതും ഈ സെയിം ഹിപ്നോസിസിൽ കൂടെ തന്നെയാണ്. അപ്പോൾ അത് പ്രാക്ടിക്കലി തിയററ്റിക്കലി നമുക്കത് പ്രൊഫഷണലി അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എത്രത്തോളം മാറ്റം നമുക്കുണ്ടാവും. അപ്പോൾ ഞാൻ കാണിച്ചോട്ടെ, ഇപ്പോൾ ഈ ഹിപ്നോതെറാപ്പി ഉപയോഗിച്ചുള്ള ഹീലിംഗ് എങ്ങനെയാണ് മറ്റു തരത്തിലുള്ള ഹീലിങ്ങുകളിൽ നിന്ന് വ്യത്യസ്തമാവുന്നത്? മറ്റു തരത്തിലുള്ള ഹീലിംഗ് എന്ന് പറയുന്നത് മറ്റേ സ്യൂഡോ ആയിട്ടുള്ള മറ്റേ പേരൊന്നും പറയുന്നില്ല, മനസ്സിലായി. അത് വ്യത്യസ്തമാണെന്ന് വെച്ചാൽ ഇത് നമ്മൾ ഡയറക്റ്റ്ലി അക്സസിങ് ദ സബ് കോൺഷ്യസ് മൈൻഡ്. വി നോ ദാറ്റ് എങ്ങനെയാണ് നടക്കണമെന്ന് അറിയാം. കാരണം ഒരു അഡൽട്ടായിട്ട് വ്യക്തിയുടെ മനസ്സിൽ ഏകദേശം 100 ബില്യൺസ് ഓഫ് ന്യൂറോൺസ് ഉണ്ട്. അത് ചെറുപ്പകാലം തൊട്ട് ഒരു കുട്ടി അമ്മയുടെ ഉദരത്തിലായിരിക്കുന്ന സമയം തൊട്ട് 4ാമത്തെ ആഴ്ച തൊട്ട് ന്യൂറോൺ പ്ലേസ് ഡെവലപ്പ് ആവുകയും അതിലേക്ക് സേവ് ചെയ്യപ്പെടുകയും ചെയ്യുന്ന ഇൻഫർമേഷനാണ് ഇതെല്ലാം. ഇത് അവിടെ തൊട്ട് അവൻ്റെ ലൈഫിൽ എന്നും ഉണ്ടാവും. ഇതിനെ ഓപ്പൺ ചെയ്ത് നമ്മൾ ആ പ്രോബ്ലത്തിനെ അഡ്രസ്സ് ചെയ്ത് കഴിയുമ്പോൾ ന്യൂറോ പ്ലാസ്റ്റിസിറ്റി എന്ന് പറയും. ന്യൂറോൺസിന് എപ്പോഴും ചേഞ്ചബിളാണ്. അപ്പോൾ നമ്മൾ ആ പഴയ കിട്ടിയിരിക്കുന്ന ഇൻഫർമേഷൻ ഒരു സേവ് ചെയ്തിട്ടുള്ള ഒരു ബിലീഫ് സിസ്റ്റം ഉണ്ടാവും, ഒരു ഇൻഫർമേഷൻ ഉണ്ടാവും, ഒരു ഭയപ്പാടുണ്ടാകാം, അതിനോടനുബന്ധിച്ചുള്ള എല്ലാ ഇമോഷൻസ് ഉണ്ടാവും. ആ പ്രോബ്ലത്തിനെ അഡ്രസ്സ് ചെയ്ത് അതിനെ നമ്മൾ റിലീസ് ചെയ്യും. റിലീസ് കഴിഞ്ഞാൽ അതിൻ്റെ ഇമോഷൻ കത്താർസിസ് ചെയ്യാമെന്ന് പറയും. അപ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ റിപ്പീറ്റായിട്ട് കുറച്ച് ദിവസം കൂടി ഈ പ്രാക്ടീസിൽ വന്നു കഴിഞ്ഞാൽ ആ ന്യൂറോൺസ് പതുക്കെ ബ്രേക്ക് ആവും. ആ ബിലീഫ് സിസ്റ്റത്തിൽ നിന്ന് അയാൾ മാറും. അയാൾ പതുക്കെ സെൽഫായിട്ട് ഹീലിങ്ങിലേക്ക് വരും. ഇതാണ് ഹിപ്നോതെറാപ്പി നടക്കുന്ന സയൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ ഞാൻ ഹിപ്നോതെറാപ്പി ചെയ്യാൻ തീരുമാനിക്കുകയാണെന്ന് വിചാരിക്കാം. പക്ഷേ എൻ്റെ ഉള്ളിൽ വരുന്ന കുറേ പേടികളുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെതായ പേഴ്സണൽ കാര്യങ്ങളെല്ലാം പുറത്തു പോകുമോ, അല്ലെങ്കിൽ അതിൻ്റെ ബിഹൈൻഡിൽ നിങ്ങൾ വിചാരിക്കുന്ന എത്തിക്സ് അല്ലെങ്കിൽ നിങ്ങൾ പ്രൊട്ടക്ട് ചെയ്യുന്ന എത്തിക്സ് എന്തൊക്കെയായിരിക്കും? അതിൽ ഞാൻ കീപ്പ് ചെയ്യുന്നൊരു എത്തിക്സ് എന്ന് പറഞ്ഞാൽ ഹിപ്നോസിസ് അല്ലെങ്കിൽ ഹിപ്നോതെറാപ്പി എന്ന കോണ്ടന്റ് ഫ്രീ ആയിട്ട് ചെയ്യാം. എന്ന് വെച്ചാൽ നമ്മൾ ശില്പയ്ക്ക് ഒരു ഇമോഷണൽ ഇഷ്യൂ ഉണ്ടാകും. ചെറുപ്പകാലഘട്ടത്തിൽ കൊണ്ട് സംഭവമായിരിക്കാം, പുറത്ത് പറയാൻ പറ്റില്ല, ആരോടും പറയാൻ പറ്റാത്തൊരു സംഭവമായിരിക്കും. അപ്പോൾ ഞാൻ തെറാപ്പി ചെയ്യുവാണെന്ന് വിചാരിച്ചു. അപ്പോൾ ശില്പയോട് പറയും, ശില്പ ആ വിഷയത്തെ പറ്റി മാത്രം മനസ്സിലേക്ക് കൊണ്ടുവരിക, അത് പറയണ്ട, ഫീൽ ദി ഇമോഷൻ. ഓക്കെ, അപ്പോൾ ഞാൻ പറയാതിരുന്നാലും എന്നെ ഹീൽ ചെയ്ത് തരാം. യെസ്, പറയാതെ ഫീൽ ദി ഇമോഷൻസ്. ആ ഇമോഷൻസ് ട്രിഗർ ചെയ്ത് കാരണം ശില്പയ്ക്ക് അറിയാം എന്ത് ഇമോഷൻ ആണെന്നുള്ളത്. അതിനെ റിലീസ് ചെയ്ത് കളയാൻ പറ്റും. കാരണം പ്രോബ്ലം നമ്മൾ അഡ്രസ്സ് ചെയ്തല്ലോ. ഞാൻ സ്വയം റിയലൈസ് ചെയ്താൽ മതി, അല്ലെങ്കിൽ ഞാൻ സ്വയം പറഞ്ഞാൽ മതി അതിനെ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഹിപ്നോതെറാപ്പി എന്ന് പറയുന്നത് സെൽഫ് ഹീലിംഗ്. ഹിപ്നോതെറാപ്പിക്ക് വിധേയരാകുന്ന ആളിന്റെ വിജയമാണെന്ന് പറയുന്നതിന്റെ കാരണം. ഓക്കെ, മറ്റ് രീതികളിൽ നമ്മൾ നോക്കുമ്പോൾ ചിലപ്പോൾ നമ്മൾ തുറന്നു പറയേണ്ട ഒരു സാഹചര്യം, അത് മടിക്കുന്ന ആൾക്കാരാണല്ലോ കൂടുതൽ പേര്. സോ അവർക്ക് ഓപ്റ്റ് ചെയ്യാൻ പറ്റിയ ഒരു വേ ആയിരിക്കാമല്ലേ ഹിപ്നോതെറാപ്പി എന്ന് പറയുന്നത്? ക്ലിയർലി. കാരണം പൊതുവെ ആളുകൾക്ക് ഒരു സംശയമുണ്ട്, ഇത് കാരണം പറഞ്ഞു കഴിഞ്ഞാൽ ഇയാൾ വേറെ ആടെ നിന്ന് പറയോ, വേറെ ജഡ്ജ് ചെയ്യോ, അങ്ങനെയുള്ള എല്ലാ തെറ്റിദ്ധാരണകളും ഉണ്ട്. അപ്പോൾ ഇത് ഉള്ളിടത്തോളം കാലം ഈ പറയുന്ന ടൂള് എഫക്റ്റീവായിട്ട് ഒരാളുടെ ലൈഫിന് മൊത്തം ട്രാൻസ്ഫോം ചെയ്യാൻ പറ്റും. ഓക്കെ, ഏതൊക്കെ രീതിയിലുള്ള ട്രീറ്റ്മെന്റ്സ് ആണ് ഈ ഹിപ്നോതെറാപ്പിയുമായി ബന്ധപ്പെട്ടിട്ട് വരുന്നത്? ഹിപ്നോസിസ് എല്ലാ രീതിയിലും ഉപയോഗിക്കാം. ഈവൻ നമുക്ക് സ്പോർട്സിൽ ഉപയോഗിക്കാം, സ്കൂളിൽ എഡ്യൂക്കേഷനിൽ ഉപയോഗിക്കാം, ബിസിനസ്സിൽ ഉപയോഗിക്കാം, ഈവൻ വെയിറ്റ് ലോസ്, ഹെൽത്ത്, ഈ കാര്യങ്ങൾക്കെല്ലാം ഏത് ഫീൽഡിലും ഹിപ്നോസിസ് ഉപയോഗിക്കത്തില്ലാത്ത ഫീൽഡ് അതെന്ന് വെച്ചാൽ ഒന്നും ഇല്ലത്. ഓക്കെ, അതിൻ്റെ ഒരു ട്രീറ്റ്മെന്റ് പ്രോസസ്സ് എങ്ങനെയാണ് വരിക? ഇത് ട്രീറ്റ്മെന്റ് ആയിട്ടല്ല, ഇത് തെറപ്പി അല്ലേ. തെറാപ്പിയുടെ പ്രോസസ്സ് നമുക്കിപ്പോൾ ഒരു ഇമോഷണൽ പ്രശ്നമുള്ള ആളുകളാണെങ്കിൽ ഹിപ്നോതെറാപ്പി തന്നെ വേണം. പിന്നെ അതേപോലെ നമുക്ക് വെയിറ്റ് ലോസ് ആണെങ്കിൽ ഇതും ഹിപ്നോതെറാപ്പി തന്നെയാണ്. പക്ഷേ ഓരോ കാറ്റഗറൈസ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെന്നേ ഉള്ളൂ. ഇപ്പോൾ വെയിറ്റ് ലോസ് കൊടുക്കാം, അതേപോലെ തന്നെ അഡിക്ഷൻസ്, ആൽക്കഹോൾ കൺസംഷൻ ഉണ്ടാകും, ഡ്രഗ് അഡിക്ഷൻസ് ഒക്കെ, അതൊക്കെ പതുക്കെ ഹിപ്നോതെറാപ്പിയിൽ ചെയ്യാൻ പറ്റും. പക്ഷേ ഒറ്റ സെഷനും കൂടി ചിലർക്ക് പറ്റിയെന്ന് വരത്തില്ല, പ്രോഗ്രസീവായിട്ട്. കാരണം നമ്മുടെ മനസ്സിലേക്ക് ഒരു സജഷൻ ഇട്ട് കഴിഞ്ഞാൽ, സജഷൻ എന്ന് വെച്ചാൽ ഒരു ചിന്ത ഇട്ട് കഴിഞ്ഞാൽ അത് ആദ്യത്തെ കുറച്ച് ദിവസം ആക്സെപ്റ്റ് ചെയ്യുമായിരിക്കും. പിന്നെ കുറച്ച് ദിവസം അടുത്തൊരു ഹിപ്നോതെറാപ്പി ചെയ്യുമ്പോൾ അത് നമ്മുടെ മനസ്സ് റിസീവ് ചെയ്യും. 3ാമത്തെ സെഷനിലേക്ക് വരുമ്പോഴേക്കും അത് ഇംപ്ലിമെൻറ്റ് ചെയ്യും. ഇങ്ങനെയാണ് സാധാരണ നടക്കുന്നത്. ഇപ്പോൾ ജിനോൻ്റെ അടുത്തേക്ക് വരുന്ന ഒരു ക്ലയൻറ്റിൻ്റെ അവരുടെ നീഡ്സിനെ എങ്ങനെയാണ് ജിനോ ഡിവൈഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള ട്രീറ്റ്മെൻ്റ് ആണ് അവർക്ക് വേണ്ടതെന്നൊക്കെ മനസ്സിലാക്കുന്നത് എങ്ങനെയാണ്? അത് പ്രീ കൗൺസിലിംഗ് നമ്മൾ ആദ്യം ഇരുന്ന് സംസാരിക്കും. ഫസ്റ്റ് കുട്ടികളൊക്കെയാണ് വരുന്നെങ്കിൽ ഇപ്പോൾ ഒരു 10-25 വയസ്സുള്ള ആളുകൾ കുട്ടികളൊക്കെയാണ് വരുന്നെങ്കിൽ
പേരൻസോടെ വരണം എന്ന് ഞാൻ പറയും. മസ്റ്റായിട്ട് വരണം. 25 വയസ്സ് വരെയുള്ള ആൾക്കാർ ഇല്ല, ആർക്ക് വേണമെങ്കിലും പേരൻസിനോട് വരാം. അതിനുശേഷമുള്ള ആൾക്കാർക്ക് സ്വാഭാവികമാണ് അവർക്ക് പറയാനുള്ള ഇമോഷൻസ് അവർക്ക് തന്നെ ഉണ്ടാവും. ചിലർ വീണ്ടും പേരൻസിനെ കൂട്ടി വരുന്നവരുണ്ട്. അപ്പോൾ പ്രോബ്ലംസ് ഉള്ളവർക്ക് ചിലർ ഞാൻ പേരൻസിനെ വിളിപ്പിക്കും, പേരൻസിനെ കൂട്ടി വരാൻ പറയും. ആദ്യം ഒരു പ്രീ ടോക്ക് അവർ ഫോണിൽ സംസാരിക്കുകയോ ചെയ്യുമ്പോൾ പറയും നിങ്ങളുടെ ഇഷ്യൂ പേരൻസിനെ കൂട്ടി വന്നാലേ നമുക്ക് അഡ്രസ്സ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ രണ്ടുപേരും സ്പ്ലിറ്റ് ചെയ്ത് സംസാരിക്കും. അപ്പോൾ പേരൻസിൻ്റെ സൈഡിൽ നിന്നായിരിക്കും മിക്കവാറും ഇതിൻ്റെ പ്രോബ്ലം തുടങ്ങുക. കാരണം കുട്ടിയുടെ ചെറുപ്പം മുതലേ കുഞ്ഞിനെ അറിയുന്നില്ല. 7ാമത്തെ വയസ്സ് വരെ ഇവൻ്റെ ബ്രെയിൻ ഡെവലപ്മെൻറ്റ് നടക്കത്തില്ല. അതുവരെയുള്ള കാര്യങ്ങൾ പേരൻസിനെ അറിയത്തുള്ളൂ. അപ്പോൾ അവർക്ക് പ്രോബ്ലംസ് പതുക്കെ പതുക്കെ ചോദിച്ച് കഴിയുമ്പോഴായിരിക്കും പറയുന്നത് ഓക്കെ ഇങ്ങനെ പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പോൾ അവിടുന്ന് തൊട്ട് നമ്മൾ തുടങ്ങും. പിന്നീടായിരിക്കും ഈ പറയുന്ന കുട്ടിയോടോ അല്ലെങ്കിൽ വ്യക്തിയോടോ സംസാരിക്കുക. അപ്പോൾ രണ്ടുകൂടെ ക്ലബ് ചെയ്തിട്ടാണ് ഏത് തരത്തിലുള്ള കാര്യം ട്രീറ്റ്മെൻറ്റ് അവർക്ക് വേണം അല്ലെങ്കിൽ തെറാപ്പി വേണം എന്ന് നമ്മൾ അവർക്ക് സജസ്റ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ആദ്യമായിട്ട് ഈ ഒരു ഹിപ്നോതെറാപ്പിയൊക്കെ വരുന്ന ഒരാൾക്ക് എന്തായാലും ഉള്ളിലൊരു ഭയം ഉണ്ടാവും. അതെ ഇല്ലേ? ലൈക്ക് എന്തായാലും ഇതെന്താ സംഭവിക്കാൻ പോകുന്നേ എന്നുള്ളൊരു തോന്നൽ എല്ലാവർക്കും സ്വാഭാവികമായിട്ടുണ്ടാകുന്നത്. എങ്ങനെയാണ് അതിനെ ഒന്ന് ടാക്കിൾ ചെയ്തെടുക്കുന്നത്? അവർ നമ്മളെ ആയിട്ടുള്ള ഒരു റാപ്പോ ബിൽഡ് ചെയ്യുക എങ്ങനെയാണ്? റാപ്പോ ബിൽഡിംഗ് ആണ് അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം. ഇപ്പോൾ ശില്പ തന്നെ പറഞ്ഞു റാപ്പോ ബിൽഡിംഗ്. ഇപ്പോൾ അവർ സംസാരിക്കുക, അത് ഹിപ്നോസിനെ പറ്റിയുള്ള തെറ്റിദ്ധാരണകൾ ആദ്യം പറഞ്ഞ് മനസ്സിലാക്കിക്കുക എന്നുള്ളത്. നമ്മുടെ നാട്ടിലത് കുറച്ച് കൂടുതലാണ്. അതെ, ഹിപ്നോസിസ് പൈശാചികമാണ്, ഡെവിളാണ്, ഇതെന്തോ വേറെ സംഭവമാണ്, ഹിപ്നോസിസ് ചെയ്താൽ മനസ്സളകി പോകും, ബോധം പോവും, ഓർമ്മ നഷ്ടപ്പെടും, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഉറങ്ങുമ്പോൾ ഓർമ്മ നഷ്ടപ്പെടണ്ടേ? ശരിയാണ്. ഇതാണ് ശരിക്കും തെറ്റിദ്ധാരണയാണ്, അറിയത്തില്ലാത്തത് കൊണ്ട് പറ്റുന്നൊരു പ്രശ്നമാണ്. പക്ഷേ ഇത് പല രീതിയിലും തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്നുണ്ടെന്നുള്ളതാണ് അതിനകത്ത് യാഥാർത്ഥ്യം. ഓക്കെ, അപ്പോൾ ആദ്യത്തെ ഒരു സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഒരു റാപ്പോ ബിൽഡിംഗ് ആണ്. പക്ഷെ നമ്മൾ എത്രത്തോളം സംസാരിച്ചാലും അത് അംഗീകരിക്കാത്ത ചിലരുണ്ടാവും. ഇല്ല, ഇപ്പോൾ കുഞ്ഞുങ്ങളുടെ കാര്യങ്ങളൊക്കെ എടുക്കുകയാണെങ്കിൽ ചിലപ്പോൾ അവരെ കൊണ്ടുവരുന്നവർ അച്ഛനമ്മമാരായിരിക്കും. ഓക്കെ, ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെന്ന് മക്കളിൽ റിയലൈസ് ചെയ്തവർ കൊണ്ടുവരുന്നത്. പക്ഷെ ഈ കുഞ്ഞുങ്ങളെ അത് പറഞ്ഞ് കൺവിൻസ് ചെയ്യുക, ഇപ്പോൾ ആ കുഞ്ഞിന്റെ അനുവാദമില്ലാതെ നമുക്കൊരു ഹിപ്നോതെറാപ്പി അവരിൽ ചെയ്യാൻ പറ്റില്ല. അവരെ ഹീൽ ചെയ്യാനും നമുക്ക് പറ്റില്ല, പെർമിഷൻ ഇല്ലാതെ ഒരിക്കലും ചെയ്യാൻ പറ്റില്ല. അപ്പൊ എങ്ങനെയാണ് ആ കുഞ്ഞിനെ അത് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുന്നത്? കുഞ്ഞുങ്ങൾക്ക് സാധാരണ ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് 7 വയസ്സ് വരെയുള്ള കുട്ടികൾക്കാണ്, തുടങ്ങുന്ന കുട്ടികൾക്കാണ് സാധാരണ ചെയ്യുക. പക്ഷേ എന്നാൽ നമുക്ക് സജഷൻസ് കൊടുക്കാനേ പറ്റുള്ളൂ 7 വയസ്സുള്ള കുട്ടികൾക്ക്. ഒരു 10-12 വയസ്സാകാതെ ഇവർക്ക് ഇമാജിനേഷൻ ഉണ്ടാവില്ലെന്നാണ് പറയുന്നത്. നമ്മൾ പറയുന്ന കാര്യങ്ങൾ മനസ്സിൽ ഇമാജിൻ ചെയ്യാൻ ഈ 10-12 വയസ്സാകാത്ത കുട്ടികൾക്ക് പറ്റത്തില്ല. ആ ഒരു സമയത്താണ് കൂടുതലും നമ്മൾ ഇവരോട് പറഞ്ഞ് മനസ്സിലായി കൺവിൻസ് ചെയ്ത് ഇവരുടെ എഡ്യൂക്കേഷനിൽ വേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് ലൈഫിലേക്ക് എത്തേണ്ട കാര്യങ്ങൾ പറഞ്ഞ് കൺവിൻസ് ചെയ്ത് കഴിയുമ്പോൾ കുട്ടികൾക്ക് ഏകദേശം ഒരു മനസ്സിലേക്ക് ഒരു ഐഡിയ കിട്ടും. പിന്നെ നമ്മൾ അവർക്ക് വേണ്ടി സജഷൻസ് കൊടുക്കുകയും ഹിപ്നോസിസിലേക്ക് വന്നു കഴിയുമ്പോൾ പിന്നെ അവർക്ക് ഇമോഷണലാകും, കുറേ കാര്യങ്ങൾ പ്രശ്നങ്ങളുണ്ടാകും. അതെല്ലാം വാഷ് ചെയ്ത് കളഞ്ഞ് പിന്നെ പുതിയ കാര്യങ്ങൾ പ്ലേസ് ചെയ്യാൻ തുടങ്ങുമ്പോൾ ഇവർക്ക് പോലും അറിയാത്ത രീതിയിൽ ഒരുപാട് കാര്യങ്ങൾ ലൈഫിലേക്ക് കൊണ്ടുപോയി കൊടുക്കാൻ പറ്റും. അതാണ് കുട്ടികൾക്ക് ചെയ്യുന്നത്. ഈ ഹിപ്നോസിസ് ഇഫക്റ്റീവായ ഇതിൽ നിന്നുള്ള എക്സ്പീരിയൻസ് എങ്ങനെയാണ് നമുക്കത് വിശ്വസിക്കാൻ പറ്റുക? ഞാൻ 2-3 ഇന്റർവ്യൂ എടുത്തപ്പോൾ അതിന് താഴെ വന്ന കമന്റുകളിൽ ഏറ്റവും കൂടുതൽ ഇവർ ഈ പറയുന്നതൊക്കെ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ വിശ്വസിക്കേണ്ടത്, ഇതിന് എന്ത് തെളിവാണ് ഉള്ളത് എന്നുള്ള ഇപ്പൊ ജിനോന്റെ കൂടെ നമ്മുടെ മുന്നത്തെ ഇന്റർവ്യൂവിന് വരെ ആ കമന്റ് വന്നിട്ടുണ്ടാകാം. അപ്പോൾ എന്താണ് ഇതിനൊരു തെളിവായിട്ട് നമുക്ക് പ്രേക്ഷകർക്ക് കൊടുക്കാൻ സാധിക്കുക? ഞാനിപ്പോൾ ഒരു 4 വർഷത്തോളം ഹിപ്നോസ് തെറാപ്പി ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണ്. അപ്പോൾ ആ വർഷത്തോളം ഇത്രയും വർഷം ഞാൻ ചെയ്തുകൊണ്ടിരുന്ന എൻ്റെ ലൈഫിലുള്ള അനുഭവങ്ങൾ മുഴുവനും എൻ്റെ ക്ലയൻസിലുണ്ട്. അതിൽ ഒരുപാട് അനുഭവങ്ങൾ. പക്ഷേ നമുക്ക് വ്യക്തിപരമായുള്ള കാര്യങ്ങൾ പറയാൻ പറ്റില്ല. എങ്കിലും ഞാൻ 1-2 എക്സാമ്പിൾസ് പറയാം. അതായത് ഒരു കുട്ടിക്ക് ഫിറ്റ്സ് ഉണ്ടായിരുന്നു. ഈ കുട്ടി ഫിറ്റ്സ് ആയിട്ട് വന്നത് 17 വയസ്സോളം പ്രായമുണ്ട്. കുറേ നാളുടെ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്ന എപ്റ്റോയിൻ കഴിച്ചുകൊണ്ടിരിക്കുന്ന ടാബ്ലറ്റ്. അത് കൂട്ടിയും കുറച്ചിരിക്കും. അപ്പോൾ വന്നു കഴിഞ്ഞാൽ അപ്പോൾ ആദ്യം ഞാൻ പറഞ്ഞു മെഡിസിൻ കഴിക്കുന്ന കേസുകൾ സാധാരണ നമ്മൾ എടുക്കാൻ ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞു. അവരെങ്ങനെയും വന്നേ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് വന്നതിന് ശേഷം എൻ്റെ അടുത്ത് തെറാപ്പിക്ക് ഇരുന്നു. ഞാൻ കുട്ടീനെ ട്രാൻസിൽ കൊണ്ടുപോയി. ട്രാൻസിൽ ഹിപ്നോട്ടൈസ് ചെയ്തു പറയാം. ട്രാൻസിൽ കൊണ്ടുപോയി പതുക്കെ സെഷൻസ് ഓപ്പൺ ചെയ്തു. ഒരു കാരണം ആദ്യമൊന്നും പറഞ്ഞില്ല. 4ാമത്തെ വയസ്സ് തൊട്ട് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞപ്പോൾ 4ാമത്തെ വയസ്സിൽ ഈ കൊച്ച് കണ്ടത് ഞെട്ടിക്കുന്നൊരു കാഴ്ച എന്ന് പറയുന്നത് സ്വന്തം അപ്പനെ വേറൊരാൾ വെട്ടുന്നതാണ് കണ്ടത്. വെട്ടി മുഖത്തുനിന്ന് ചോര ഒലിക്കുന്നത് കണ്ട് ആ കൊച്ച് പേടിച്ച് ഷോക്കായി. അവിടുന്നാണ് ആ കൊച്ചിന് ഫിറ്റ്സ് തുടങ്ങുന്നതിൻ്റെ റീസൺ. ഇപ്പോൾ ആ കൊച്ച് മരുന്ന് കഴിക്കുന്നില്ല, അത് ഹീലായി. ഞാനല്ല ഹീൽ ചെയ്ത് ആ ഇമോഷൻ അവിടെ നിന്ന് എടുത്ത് കളഞ്ഞപ്പോൾ ആ പ്രശ്നം അത് യാഥാർത്ഥ്യമല്ല, അതൊരു ഫേക്കായിട്ടുള്ള ഇൻഫർമേഷൻ ആക്കി ഞാൻ പ്ലേസ് ചെയ്തു. അപ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ അതിനോട് അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന ന്യൂറോ കെമിസ്ട്രി ചേഞ്ച് ആവും, ഹീലിംഗ് നടക്കും, ഫിസിക്കൽ ഹീലിംഗ് നടക്കും, ഇമോഷണൽ ഹീലിംഗ് നടക്കും. ഒരുപാട് രീതിയിൽ ചേഞ്ചസ് വരും നമ്മുടെ ലൈഫിൽ. ഇതൊരു എക്സാമ്പിൾ. ഇതുപോലെ ഒരുപാട് എക്സാമ്പിൾസ് ഉണ്ടായിട്ടുണ്ട്. മുടിയില്ലാത്ത ആളുകൾക്ക് മുടി വരെ വന്നിട്ടുണ്ട്. മുടിയില്ലാത്തവർക്ക് മുടി വളർത്താൻ ഹിപ്നോതെറാപ്പിക്ക് സാധിക്കുമെന്നാണോ? സ്ട്രെസ് റിലേറ്റഡ് അലോപേഷ്യ എന്ന് പറയും. നമുക്ക് സ്ട്രെസ്സ് വരുമ്പോൾ മുടി കൊഴിയും. അലോപേഷ്യ, മുടി കൊഴിച്ചതാണ് അലോപേഷ്യ എന്ന് പറയുന്നത്. അപ്പോൾ സ്ട്രെസ്സ് കൂടി വരുമ്പോൾ ഫൈനാൻഷ്യൽ ക്രൈസിസ് ഉള്ള ആളുകളുണ്ടാകും. അയാൾക്ക് ഭയങ്കര ഫൈനാൻഷ്യൽ ക്രൈസിസ് ആയിരുന്നു.
ഓക്കെ. അപ്പോൾ എൻ്റെ അടുത്ത് ഞാൻ 3 സെഷൻ വന്നു. ആദ്യത്തെ സെഷനിൽ വന്നു ഈ മുടി കൊഴിയുന്നു എന്നുള്ള പ്രശ്നം കൊണ്ടിട്ടാണോ വന്നത്? അല്ലല്ല, ഇയാൾക്ക് പ്രശ്നം വേറെയായിരുന്നു. ഓക്കെ. അതായത് ഫിനാൻഷ്യൽ സ്ട്രഗിൾ ആയിരുന്നു. അപ്പോൾ ഉറക്കവും കാര്യങ്ങളും ഉണ്ടായില്ല, അങ്ങനെ പ്രശ്നങ്ങളൊക്കെ വന്നു. എൻ്റെ അടുത്ത് വന്നു. അപ്പോൾ ഞാൻ ആദ്യത്തെ സെഷനിൽ ഈ വ്യക്തി തൊപ്പിയൊക്കെ വെച്ചുകൊണ്ടാണ് വന്നത്. അപ്പോൾ നമുക്കറിയാം, പുള്ളി വന്ന് സംസാരിച്ചു. ഞാനത് പിന്നെ ശ്രദ്ധിച്ചില്ല കേട്ടോ, കാരണം ഈ മുടി പോയതുകൊണ്ടാണ് തൊപ്പി വെച്ചെന്ന് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇയാൾ പറഞ്ഞു ഇങ്ങനെയാണ്, ഭയങ്കര പ്രശ്നമാണ് സെഷൻ. പുള്ളിക്ക് വേറൊരു ഇഷ്യൂ ഉണ്ടായിരുന്നു, ഡയബറ്റിക് ആയിരുന്നു, ക്രോണിക് ഡയബറ്റിക് ആയിരുന്നു. എന്ന് വെച്ചാൽ ഇയാൾക്ക് സ്ട്രെസ് റിലേറ്റഡ് ആയിട്ടുള്ള ഡയബറ്റിക് മെലിറ്റീസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഷുഗർ അൺകൺട്രോളാണ്, ഇൻസുലിൻ എടുക്കുന്നുണ്ടായിരുന്നു, എന്നിട്ടും അൺകൺട്രോൾ ആയില്ല. ഡോക്ടേഴ്സ് സജസ്റ്റ് ചെയ്തു എന്തെങ്കിലും സ്ട്രെസ് റിലീസ് ചെയ്യാനുള്ള പരിപാടി ചെയ്താൽ മതി. എങ്ങനെയോ തപ്പിപ്പിടിച്ച് അവിടെ വന്നു. എൻ്റെ അടുത്ത് വന്നതിന് ശേഷം ഫസ്റ്റ് തെറാപ്പി ചെയ്തു. ഫസ്റ്റ് ഡേ തന്നെ ഇയാൾക്ക് ഡയബറ്റീസിൻ്റെ സിംറ്റംസ് ഇല്ലാണ്ടായി. ഫസ്റ്റ് സെഷൻ കഴിഞ്ഞ് വീട്ടിൽ ചെന്നപ്പോൾ ഫ്രീക്വൻറ്റ് യൂറിനേഷൻ എന്ന് പറയും, അതില്ലാണ്ടായി. ഓക്കെ. അപ്പോൾ അതിനുശേഷം രണ്ടാമത്തെ സെഷൻ, 3 സെഷൻ എടുത്തുള്ളൂ. രണ്ടാമത്തെ സെഷൻ വന്നു കഴിഞ്ഞപ്പോഴേക്കും പുള്ളിക്ക് ബാക്കി ഓൾമോസ്റ്റ് ഫൈനാൻഷ്യൽ പ്രോബ്ലംസ് സോൾവ് ആയി. പുള്ളിക്ക് വേറെ എന്തൊക്കെയോ സംഭവങ്ങൾ പുള്ളി പോലും പ്രതീക്ഷിക്കാത്ത രീതിയിൽ ഒരു 3-4 കോടിയുടെ വർക്ക് കണ്ട് കിട്ടി. 1 കോടിയായിരുന്നു പ്രശ്നം ഉണ്ടായിരുന്നുള്ളൂ. ലാഭമായി. അത് കിട്ടിയെന്ന് വെച്ചാൽ പുള്ളിക്ക് എങ്ങനെ സംഭവിച്ചതെന്ന് പുള്ളിക്ക് അറിയില്ല. പുള്ളി മനസ്സിൽ ആഗ്രഹിച്ച ഒരു സംഭവം അതേപോലെ സംഭവിച്ചു എന്നേ ഉള്ളൂ. 3ാമത്തെ സെഷൻ വന്നു കഴിഞ്ഞപ്പോൾ പുള്ളി തൊപ്പില്ലാണ്ടെന്നു. അപ്പോൾ എന്താ ഒരു ഡിഫറൻസ് പോയില്ല. അപ്പോൾ പുള്ളിയാണ് ഞാൻ വല്ല PRP വല്ലതും ചെയ്തതാണെന്ന് വിചാരിച്ചു. നോക്കിയപ്പോൾ ഇവിടെ മൊത്തം മുടി വന്നു. എനിക്ക് സാറേ മുടി വന്നു തോന്നുന്നു. അപ്പോൾ സ്ട്രെസ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ നമുക്ക് ലൈഫിൽ നിന്ന് ഇതേപോലെ ഒരുപാട് കാര്യങ്ങളുണ്ടെങ്കിലും ഹിപ്നോതെറാപ്പിയിൽ ചെയ്യാൻ പറ്റും. ആളുടെ ആഗ്രഹവും വില്ലിനെസ് ഉണ്ടായിരിക്കണം മാത്രമേ ഉള്ളൂ. ഇത് 2ാമത്തെ എക്സാമ്പിൾ. ഇതേപോലെ ഒരുപാട് എക്സാമ്പിൾസ് ഉണ്ട്. എല്ലാം കൂടെ പറഞ്ഞാൽ ബോറടിക്കാതിരിക്കുന്നില്ലെങ്കിൽ ഞാൻ പറയാം. ഇല്ല, ഞാൻ ചോദിക്കുന്നത് എന്താണെന്നറിയോ, ഇപ്പോൾ നമ്മുടെ ഡെയിലി ലൈഫിൽ വരുന്ന പ്രശ്നങ്ങളാണ് ഇപ്പോൾ ഈ പറഞ്ഞത്. പക്ഷെ ഇതിനൊക്കെ ഹിപ്നോതെറാപ്പി ഒരു ടൈപ്പ് ഓഫ് ഒരു ട്രീറ്റ്മെന്റ് അല്ലെങ്കിൽ ഒരു തെറാപ്പി ആണെന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഇത് കാണുന്നവരാരും വിശ്വസിക്കാൻ സാധ്യത കുറവാണ്. കാരണം അത് പെട്ടെന്ന് ആക്സെപ്റ്റ് ചെയ്യാൻ പാടുണ്ട്, ഇല്ലേ? ഇത് നീഡാണ്. ആവശ്യമുള്ളവർക്ക് മാത്രമേ നമുക്ക് ചെയ്യേണ്ട ആവശ്യമുള്ളൂ എന്നുള്ള വേറെ കാര്യം. നമുക്ക് ഒരാളെയും പിടിച്ച് കൊണ്ടുവന്നിട്ട് നിൻ്റെ പ്രശ്നം ഞാൻ തീർത്ത് തരാം എന്ന് പറഞ്ഞാൽ ഹിപ്നോട്ടൈസ് ചെയ്യാൻ പാടില്ല. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ എഫക്റ്റ് ആവില്ല. അങ്ങനെ ഞാൻ ചെയ്യത്തുമില്ല. കാരണം ആൾക്കാർക്ക് പ്രശ്നം ഉണ്ടെങ്കിൽ അവർക്ക് വരണം. അവർക്ക് പ്രശ്നം തോന്നുന്ന ആളുകൾക്ക് എനിക്കറിയാം. ഞാൻ എന്നെ തെറ്റി പറയുന്നില്ല. നമുക്കറിയാവുന്ന കാര്യം എന്ന് വെച്ചാൽ ഒരുപാട് ആളുകൾ പല പ്രശ്നങ്ങൾ അവിടെ ചെന്ന് പ്രശ്നമാണെന്ന് പറഞ്ഞിട്ട് പല സ്ഥലങ്ങളിൽ പോയും അവിടെ കൊണ്ട് പൈസ കൊടുക്കും, അവിടെ കൊണ്ട് ഇത് കൊടുക്കും, ഇതെല്ലാം കൊടുത്ത് കറങ്ങി തിരിഞ്ഞ് ലാസ്റ്റ് വരുന്ന ഒരുപക്ഷെ ഒരു ഹിപ്നോതെറാപ്പിസ്റ്റിൻ്റെ അടുത്തായിരിക്കും. പക്ഷേ ഞാൻ ചോദിക്കട്ടെ, ഇന്നത്തെ കാലത്താണ് ഇപ്പോൾ ഹിപ്നോതെറാപ്പി അല്ലെങ്കിൽ ഹിപ്നോതെറാപ്പിസ്റ്റ് എന്ന് പറയുന്നവരൊക്കെ കുറച്ചുകൂടി ഫെമിലിയർ ആയിട്ട് വന്നിരുന്നത്. ഇതിന് മുൻപത്തെ കാലത്തുള്ള ഹീലിംഗ് പ്രോസസ്സൊക്കെ അപ്പം എങ്ങനെയായിരിക്കും? പണ്ട് മുതലേ ഹിപ്നോസിസ് ഉണ്ട്. ഹിപ്നോസിസ് 5000 വർഷങ്ങൾക്ക് മുമ്പാണ് സ്റ്റാർട്ട് ചെയ്തത്. ഈജിപ്തിൽ നിന്നാണ് ഇതിൻ്റെ തുടക്കം. ഈജിപ്തിൽ നിന്ന് തുടങ്ങി കഴിയുമ്പോൾ എല്ലാവരും വിചാരിക്കും, ഈജിപ്തിൽ നിന്ന് തുടങ്ങി കഴിഞ്ഞാൽ പറയും ഇതെന്തോ ചെകുത്താൻ സംഭവ പരിപാടിയാണെന്ന് വിചാരിക്കും. കാരണം അവിടെയാണ് ഇതിന് മെയിൻ സംഭവം തുടക്കം ഇരിക്കുന്നത്. അല്ല, അതിനുശേഷം വീണ്ടും അത് ഗ്രീസിലേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെട്ടു. അന്നാണ് അതിന് ഒറാക്കിൾ എന്ന് പറഞ്ഞ പേരിൽ അറിയപ്പെടുന്നത്. അവിടുന്ന് വീണ്ടും കാലങ്ങൾക്ക് ശേഷം ഫ്രാൻസ് ആൻഡൻ മെസ്മർ എന്ന് പറയുന്ന വ്യക്തി ആനിമൽ മാഗ്നറ്റിസം എന്ന് പറയുന്ന ഒരു സംഭവം, അതാണ് കാലക്രമേണ മെസ്മറിസമായിട്ട് വന്നത്. അത് ഒറിജിൻ ഓഫ് ഹിപ്നോസിസ് ശരിക്കും മോഡേൺ ഹിപ്നോസിസിന് മുമ്പ് തുടങ്ങിയതാണ് മെസ്മറിസം. പക്ഷേ ഹിപ്നോട്ടിസ് അല്ലെങ്കിൽ ഹിപ്നോതെറാപ്പി എന്നൊക്കെ പറയുന്ന വാക്കുകൾ ഇപ്പൊ മലയാളികൾക്ക് കുറച്ചുകൂടി ഫെമിലിയർ ആണ്. പക്ഷേ ഞാനിപ്പോൾ ഈ ഇൻട്രൊഡക്ഷൻ പറയുമ്പോൾ മെസ്മറിസ്റ്റ് ആണെന്ന് പറഞ്ഞു. പക്ഷെ അത് എത്രത്തോളം ആൾക്കാർക്ക് മനസ്സിലായി എന്ന് എനിക്കറിയില്ല. എന്താണ് ഒരു മെസ്മറിസ്റ്റ് അല്ലെങ്കിൽ ഈ മെസ്മറിസം എന്ന് പറയുന്നത് പ്രോസസ്സ് എങ്ങനെയാണ് വരുന്നത്? ഫെമിലിയർ അല്ല ആൾക്കാർക്ക്. മെസ്മറിസം എന്ന് വെച്ചാൽ നമുക്ക് ആനിമൽ മാഗ്നറ്റിസം എന്ന് പറയുന്നത് മെസ്മർ സ്റ്റാർട്ട് ചെയ്തുകൊണ്ടാണ് മെസ്മറിസം എന്ന് പറയപ്പെടുന്നത്. ആനിമൽ മാഗ്നറ്റിസം എന്ന് വെച്ചാൽ എല്ലാ ഹ്യൂമൻ ബോഡിയിലും മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്. അത് ഉറപ്പാണ്. എല്ലാവർക്കും ഇലക്ട്രോ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്. നമ്മുടെ ശരീരത്തിൽ ഇലക്ട്രോ മാഗ്നറ്റിക് ഫീൽഡാണ്. അപ്പോൾ അതിനെ നമുക്ക് ചെറിയ ചേഞ്ചസ് വരുത്തി കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ ഹീലിംഗ് നടക്കുമെന്നാണ് ഈ പറയുന്ന നമ്മുടെ ആനിമൽ മാഗ്നറ്റിസിൽ പറയുന്നത്. അത് യാഥാർത്ഥ്യമാണ്, സയൻറ്റിഫിക് ആണ് തന്നെ. അതെങ്ങനെയാണ് നമ്മുടെ പ്രോസസ് എങ്ങനെയാണ് വരുന്നത്? ഈ മെസ്മറിസിൽ യൂസ് ചെയ്യുന്നത് പാസസ് എന്ന് പറയും. പാസ് കൊടുക്കുക എന്ന് പറയാം. ഈ പാസ് കൊടുക്കുന്നത് നോർമലി നമ്മുടെ ചക്രാസ് എന്ന് പറയും. ചക്രാസിലൂടെയാണ്. ചക്രാസ് നമ്മൾ കൂടുതലും യോഗയുമായി ബന്ധപ്പെട്ടിട്ടാണ് കേട്ടിട്ടുള്ളത്. അപ്പോൾ അതുമായിട്ട് കണക്ട് ചെയ്യുന്നവർക്ക് അറിയാം എങ്ങനെയാണ് ചക്രാസിൽ കൂടെ നമുക്ക് മൂവ്മെൻറ്റ് കൊടുത്തു കഴിയുമ്പോൾ ഈ കുണ്ടലിനി ഉണർത്തുന്നൊക്കെ പറയുന്ന കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും നമ്മളൊരു ചക്രാസിലൂടെ കൊടുക്കുന്നത് 2 രീതിയിൽ എഫക്റ്റ് ചെയ്യുന്നുണ്ട്. ഒന്ന് ഹോർമോൺ ചേഞ്ചസ് ഉണ്ടാവും, കാരണം ഓളിയർ പ്ലക്സസ്. രണ്ടാമത്തേന്ന് പറയുന്നത് നമുക്ക് സൈനോവിയൽ ഫ്ലൂയിഡ് ഉണ്ട്. നമ്മൾ നേരെ ഇരുന്ന് കഴിയുമ്പോഴേക്കും സൈനോവിയൽ പമ്പ് ചെയ്യുകയും ഇത് നേരെ നമ്മുടെ ബ്രെയിനിൻ്റെ നമ്മുടെ തലച്ചോറിലേക്ക് സ്പ്രെഡ് ചെയ്യുകയും ചെയ്യും. അതായത് ഈ ഫ്ലൂയിഡ് പമ്പ് ചെയ്യുമ്പോൾ അത് ഇലക്ട്രോ മാഗ്നറ്റിക് കണ്ടൻ്റ് ഉള്ള സംഭവമാണ്. കാരണം ഏറ്റവും കൂടുതൽ സാൾട്ട് കണ്ടൻ്റാണ്. സോ അങ്ങനെയാണ് ചേഞ്ചസ് ഈ മെസ്മറിസത്തിൽ സംഭവിക്കുന്നത്. അത് ലൈഫിൽ ഹിപ്നോസിസിൻ്റെ കംപ്ലീഷൻ മെസ്മറിസത്തിൽ തീർക്കാൻ പറ്റും.
അതാണ് എൻ്റെ യാഥാർത്ഥ്യം. ഇപ്പൊ നമ്മള് ഒരു തെറാപ്പി എടുക്കുകയാണെങ്കിൽ മെസ്മറിസം തെറാപ്പി വേറെയും ഹിപ്നോസിസ് തെറാപ്പി വേറെയും ആണോ? ഇല്ല, അല്ല, രണ്ടും കൂടെ ക്ലബ് ചെയ്തിട്ടാണ് ഞാൻ ചെയ്യുന്നത്. എല്ലാവരും അങ്ങനെയാണോ ചെയ്യുന്നത്? എല്ലാവരും എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല. ഞാൻ ചെയ്യുന്നത് രണ്ടും കൂടെ ക്ലബ് ചെയ്തിട്ട്. കാരണം ഹിപ്നോട്ടിസത്തിൻ്റെ കംപ്ലീഷൻ എന്ന് പറയുന്നത് മെസ്മറിസത്തിലാണ്. ഓക്കെ. അത് നമ്മുടെ ജെയിംസ് ബ്രൈഡ് ഹിപ്നോസിൻ്റെ ഉപജ്ഞാതാവ് തന്നെ സമ്മതിച്ചിരിക്കുന്ന വസ്തുതയാണ്. ഹിപ്നോസിൻ്റെ കംപ്ലീഷൻ ഈസ് വിത്ത് മെസ്മറിസം. ഓക്കെ. ഇപ്പോൾ ഞാൻ ഇപ്പോൾ ഈ തെറാപ്പി എടുക്കണമെന്ന് തീരുമാനിക്കുകയാണ്, ജിനുവിൻ്റെ അടുത്തേക്ക് വരികയാണ്. ആ സമയത്ത് ഞാനായിട്ട് എടുക്കേണ്ട പ്രിക്വേഷൻസ് എന്തെങ്കിലും ഉണ്ടോ, അല്ലെങ്കിൽ ഞാൻ എന്നെ തന്നെ പറഞ്ഞ് ധരിപ്പിക്കേണ്ട എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ? ധരിപ്പിക്കേണ്ട കാര്യങ്ങളല്ല, നമുക്ക് അറിയാമായിരിക്കണം എന്തൊക്കെയാണ് എൻ്റെ പ്രശ്നങ്ങളെന്ന് അറിയണല്ലോ. സ്വാഭാവിക ശില്പിക്ക് പ്രശ്നം ഉണ്ടാകാം. കുറേ നാളുകളായിട്ട് നമ്മുടെ ലൈഫിൽ നിന്ന് മാറ്റപ്പെടാത്ത രീതിയിലുള്ള പ്രശ്നം ഉണ്ടായിരിക്കും. ഒരു പക്ഷേ ഭയമായിരിക്കാം, ഒരു ഇൻസെക്യൂരിറ്റി ആയിരിക്കും, അതല്ലെങ്കിൽ എന്ത് കാര്യം ചെയ്താലും ജീവിതത്തിൽ വിജയിക്കുന്നില്ല, കയ്യിൽ പൈസ നിൽക്കുന്നില്ല, കാശുണ്ടാക്കുന്നുണ്ട്, ഒരു സൈഡിൽ വരുന്നു, മറു സൈഡിൽ പോകുന്നു. ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാകും, ഹോസ്പിറ്റലിൽ പോയി മെഡിസിൻ മേടിച്ചിട്ടും മാറാത്ത ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാകും. ഇതിനെയാണ് സൈക്കോസൊമാറ്റിക് ഡിസോർഡേഴ്സ് ആയിട്ട് നമ്മൾ കണക്കാക്കുന്ന സംഭവങ്ങൾ. അപ്പം അങ്ങനെയുള്ള അസുഖങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വേറെ ഒരു മാർഗ്ഗമില്ലാതെ വരുമ്പോൾ ലാസ്റ്റ് അഭയമായിട്ട് മിക്ക ആളുകളും ഇപ്പോൾ വരുന്ന ഒരു ഹിപ്നോതെറാപ്പിസ്റ്റ് അല്ലെങ്കിൽ സൈക്കോളജിസ്റ്റിൻ്റെ അടുത്തായിരിക്കും മിക്കവാറും വരിക. അവിടെ നിന്ന് വീണ്ടും ഇപ്പോൾ സൈക്കോളജിയുടെ ഒരു മെയിൻ ഭാഗമായിട്ട് ഹിപ്നോസിസിനെ യൂസ് ചെയ്യുന്നുണ്ടെന്നതാണ് അതിനകത്ത്. അപ്പോൾ ഈ സൈക്കോളജിസ്റ്റ് ഹിപ്നോതെറാപ്പി റെക്കമെൻഡ് ചെയ്യുന്ന രീതിയിലേക്ക് മാറുന്നുണ്ട്. ഇന്ത്യയിൽ അത് പതുക്കെ വന്ന് കൊണ്ടുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ. അപ്പോൾ അത് കുറച്ചും കൂടി മെഡിക്കലി അപ്രൂവ്ഡ് ആണ്. അപ്രൂവ്ഡ് വെച്ചാൽ 2003 ഇന്ത്യൻ ഗവൺമെൻറ് ഇതിനെ പറ്റിയിട്ട് അപ്രൂവൽ കൊണ്ടുവന്നത്. കാരണം ഒരു ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരു ഹിപ്നോതെറാപ്പിസ്റ്റിന് അയാൾക്ക് ഹിപ്നോതെറാപ്പി ചെയ്യാമെന്നത് 2003 ഇന്ത്യൻ ഗവൺമെൻറ് അതൊരു നിയമം ഉണ്ടാക്കിയിട്ടുണ്ട്. ആരാണ് ഒരു ക്വാളിഫൈഡ് ഹിപ്നോതെറാപ്പിസ്റ്റ്? ക്വാളിഫൈഡ് ഹിപ്നോതെറാപ്പിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഷുഡ് ബി പോസ്റ്റ് ഗ്രാജുവേറ്റ് ആയിരിക്കണം ഇൻ സൈക്കോളജി, MSW, ഈവൻ ഡോക്ടേഴ്സ് ആൻഡ് മെഡിക്കൽ നേഴ്സസ്. ഇവർക്കൊക്കെ പ്രാക്ടീസ് ചെയ്യാം. ഇതാണ് അതിൻ്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത്. ബാക്കി എല്ലാവർക്കും കൊണ്ട് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ്. കാരണം ഇത് ഷുഡ് ബി അണ്ടർ പ്രോപ്പർ ഗൈഡൻസ്. ഇപ്പോൾ നമ്മൾ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് ഒരു വാർത്ത കണ്ടിരുന്നു, കേരളത്തിൽ നിന്ന് ഒരു 5-6 പിള്ളേർ യൂട്യൂബ് നോക്കി ഹിപ്നോട്ടിസം പഠിച്ചിട്ട് ബോധം പോയി 3-4 പേരുടെ. നമ്മളിപ്പോൾ യൂട്യൂബൊക്കെ എടുത്തിട്ട് നോർമലി നമ്മൾ ക്വസ്റ്റ്യൻസ് ഒക്കെ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഹിപ്നോട്ടിസം സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ മൊത്തം വരുന്നത് 5 മിനിറ്റിൽ ഹിപ്നോട്ടിസം പഠിക്കാം, ലൈക്ക് ഒരു 2 സെഷൻസ് കഴിഞ്ഞാൽ ഹിപ്നോട്ടിസ്റ്റ് ആവാം, ഇത്ര പൈസ കൊടുത്തു കഴിഞ്ഞാൽ ഹിപ്നോട്ടിസം പഠിപ്പിച്ചു തരും. അതൊക്കെ പോസിബിൾ ആണോ? അങ്ങനെയൊക്കെ പഠിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. ഇവർ പഠിപ്പിക്കുന്ന എന്താ പറയുക, ഫസ്റ്റ് ഇൻഡക്ഷൻസ് എന്ന് പറയും, സജഷൻസ് എന്ന് പറയും, ഇതെന്തൊക്കെയാണ് ചെയ്യേണ്ടത്, പിന്നെ അതേപോലെ തന്നെ ഓരോ പ്രോഗ്രസീവ് മസിൽ റിലാക്സേഷൻ, ഇത് 1-2 കാര്യങ്ങൾ മാത്രമേ പഠിപ്പിച്ചിട്ട് പിന്നെ അടുത്ത ഫസ്റ്റ് സ്റ്റേജ് 1, സ്റ്റേജ് 2, സ്റ്റേജ് 3, സ്റ്റേജ് 4 50,000 രൂപ കുറഞ്ഞത് മേടിക്കും. പക്ഷേ ഇവിടെ ഒന്നും ഉണ്ടാവില്ല. ഇവരൊന്നും ഈ പറയുന്ന തെറാപ്യൂട്ടിക്കലി കാര്യങ്ങൾ പഠിപ്പിക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ചില പൊടിക്കൈകളൊക്കെ വെച്ച് അത് ജസ്റ്റ് നമുക്ക് എല്ലാം ഇപ്പോൾ കേരളത്തിൽ നോക്കി എവിടെ നോക്കിയാലും 1000 രൂപയ്ക്ക് 500 രൂപയ്ക്കൊക്കെ നെറ്റിൽ നോക്കിയാൽ കാണാം. 1000 രൂപയ്ക്ക് ഹിപ്നോസിസ് പഠിക്കാം. ഹിപ്നോതെറാപ്പി എന്ന് പറയുന്ന വാക്ക് അവർ ഉപയോഗിക്കത്തില്ല എന്നുള്ള വേറെ കാര്യം. ഹിപ്നോട്ടിസം ഉപയോഗിക്കുന്നത്. അതായത് ബ്രിട്ടീഷ് ഗവൺമെൻറ് തന്നെ ഈ സ്റ്റേജ് ഹിപ്നോട്ടിസം എന്ന് പറയും. സ്റ്റേജ് ഹിപ്നോസിസ് ഒക്കെ നിർത്തലാക്കിയതാണ്. കാരണം ഇതിൻ്റെ എഫക്റ്റ് ഇല്ല, അത് കംപ്ലീറ്റഡ് അല്ല, അതുകൊണ്ട് അത് നിർത്തലാക്കിയതാണ്. അപ്പോൾ അങ്ങനെ പഠിച്ചു കഴിയുമ്പോൾ എന്താ പ്രശ്നം, അൺക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകൾ ഈ പറഞ്ഞ പോലെ സ്കൂളിൽ സംഭവിച്ചതുപോലെ. പക്ഷെ അത് കുട്ടികളുടെ മിസ്റ്റേക്ക്, കുട്ടികൾ ഹിപ്നോസിസ് അല്ല ചെയ്തത്, അത് മീഡിയയിൽ അത് വന്ന വാർത്ത എഴുതി ആക്കാതിനെപ്പറ്റി അറിയത്തില്ലാത്തതുകൊണ്ട് എഴുതിയതാണ്. അവരൊരു ഗെയിം കളിച്ചതാണ്. ചോക്ക് ചെയ്യാന്ന് പറയും, കഴുത്തിൽ ചോക്ക് ചെയ്തിട്ട് പിള്ളേരുടെ ബോധം പോയതാണ്. ഹിപ്നോസിൽ ഒരിക്കലും ബോധം മറിഞ്ഞു പോകത്തില്ല. ഇല്ല, ബോധം പോകില്ല, ഓർമ്മ പോകില്ല, അങ്ങനെയൊന്നുമില്ല. നമ്മളിപ്പോൾ കുറേ വീഡിയോസ് ഈ ഹിപ്നോട്ടിസവുമായി ബന്ധപ്പെട്ട വീഡിയോസ് കാണുമ്പോൾ കൂടുതൽ കാണുന്നത് ഇങ്ങനെയാക്കുമ്പോൾ ബോധം പോകുന്നല്ല, ഒരു സ്ലീപ്പിലേക്ക് പോകുന്ന അങ്ങനത്തെ ഒരുപാട് വീഡിയോസ് ആണ്. മേ ബി അതൊക്കെ ആയിരിക്കണം ഇന്നത്തെ ജനറേഷനെ കൂടുതൽ മോട്ടിവേറ്റ് ചെയ്യുന്നത്. നമ്മളൊരു ഹിപ്നോതെറാപ്പിസ്റ്റിനെ ഇന്റർവ്യൂ ചെയ്യാൻ പോകാന്നൊക്കെ പറയുമ്പോൾ ആദ്യം മനസ്സിലേക്ക് വരുന്ന പോയിന്റുകൾ ഓക്കെ ഇങ്ങനെ അദ്ദേഹത്തിന് നമ്മുടെ ഉള്ളിലുള്ളത് മൊത്തം അറിയാൻ പറ്റും, അല്ലെങ്കിൽ നമ്മുടെ ബോധം കളഞ്ഞ് നമ്മുടെ മനസ്സിലുള്ള എല്ലാ സീക്രട്സും പുറത്ത് കൊണ്ടുവരും എന്നുള്ള ഒരു പോയിന്റിലാണ് മേ ബി കൂടുതൽ ആൾക്കാരും അതിനെ വിചാരിക്കുന്നത്. അത് മാത്രമല്ലാണോ ഹിപ്നോട്ടിസം? ശരിക്കും നമ്മുടെ ഉള്ളിലുള്ള പ്രശ്നങ്ങൾ മൊത്തം നമുക്ക് തികഞ്ഞെടുക്കാൻ പറ്റത്തില്ല ഒരു ഹിപ്നോതെറാപ്പിസ്റ്റിന്. ഈ പറയുന്ന അതായത് വരുന്ന ആൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രമേ ഇതിലേക്ക് എടുക്കാൻ പറ്റുള്ളൂ. അയാൾ വില്ലിങ് അല്ലെങ്കിൽ നമുക്ക് ഒരിക്കലും അയാളോട് ചോദിക്കാൻ പറ്റത്തില്ലല്ലോ. ഇപ്പൊ ശില്പയോട് ഒരു പ്രശ്നമാണ്, ശില്പയോട് പറയാൻ പറഞ്ഞാൽ ശില്പ പറയില്ലായിരിക്കും. അല്ല, അങ്ങനെ പറയുന്ന ആളുകളുണ്ട്. ഞാൻ പറയുന്നത് അത് ആഗ്രഹമുണ്ട്, എടുത്ത് കളയണമെന്ന് ആഗ്രഹമുണ്ട് എന്ന് പറയുന്ന ആളുകൾക്കാണ് സുഖമായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെ ഒരാളുടെ മനസ്സിൽ കിടക്കുന്ന സാധനങ്ങൾ നമുക്ക് ചൂണ്ടിയെടുക്കാൻ സാധിക്കില്ല. ഓക്കെ, ഇനി നമുക്ക് ഈ ഹിപ്നോട്ടിസത്തിന്റെ ഒരു പ്രാക്ടിക്കൽ വശത്തിലേക്ക് വരികയാണെങ്കിൽ, ഇപ്പോൾ ഞാൻ വായിച്ചതാണ് ഈ മാരേജുമായി വിവാഹവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രശ്നങ്ങൾക്ക് ഹിപ്നോതെറാപ്പി ഒരു സൊല്യൂഷനാണ്
അതെ. അതെങ്ങനെയാണ്? മാരേജുമായിട്ടുള്ള പ്രശ്നം എന്ന് പറയുമ്പോൾ ഈ മോസ്റ്റ് കോമൺലി എല്ലാ നമ്മുടെ നാട്ടിലുള്ള ഒരു 80 അല്ലെങ്കിൽ 90% ആളുകൾക്ക് മാരേജ് സംബന്ധമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാകും. കാരണം ആദ്യത്തെ ഒരു വിവാഹത്തിൻ്റെ ഒരു ആദ്യത്തെ കാലഘട്ടങ്ങൾ ഉണ്ടായിരിക്കുന്ന ഒരു ഇൻറ്റിമസി ഒന്നും ആയിരിക്കത്തില്ല കുറച്ച് കഴിയുമ്പോൾ. ഇപ്പം മീഡിയ ചേഞ്ചായി ഒരുപാട് കാര്യങ്ങൾ പ്രശ്നങ്ങളിലേക്ക് വന്നു. പല ഇഷ്യൂസ് നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട്. പല റിലേഷൻഷിപ്പ് ആളുകളിലേക്ക് വരുന്നുണ്ട്. അതൊക്കെ ഗവൺമെൻറ് ഇപ്പോൾ പതുക്കെ കുറേ നിയമങ്ങൾ കൊണ്ടുവരികയും ചെയ്ത് കഴിഞ്ഞാൽ മൊത്തം ചേഞ്ചായി. അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ആൾക്കാർക്കൊരു മാരേജിൻ്റെ ഒരു കോൺഫിഡൻഷ്യാലിറ്റി നിലനിർത്താൻ പറ്റത്തില്ല. പ്രശ്നങ്ങളിലേക്ക് വരും. ഇവർ തന്നെ പതുക്കെ ചേഞ്ച് ആവും. അങ്ങനെയുള്ള സമയത്ത് ഇവർ കപ്പിൾ വന്നു കഴിയുമ്പോൾ ഞാൻ സംസാരിച്ച് കഴിയുമ്പോൾ മിക്കവർക്കും ആഗ്രഹമുണ്ട്, പക്ഷേ അത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല. ഈ ഇടയ്ക്കാണെങ്കിൽ ഒരു ആൾ വന്നിട്ട് നല്ല വ്യക്തിയാണ്, പക്ഷേ നല്ല ഫാമിലിയാണ്. ആൾ വേറെ സ്ഥലത്തേക്ക് ജോലിക്ക് പോയതിന് ശേഷം വേറൊരാളുടെ ഒരു റിലേഷൻഷിപ്പിലേക്ക് പോയി. റിലേഷൻഷിപ്പിലേക്ക് പോയി. ഇയാൾ പോലും അറിയാതെ പോയതാണ്. മനസ്സുകൊണ്ട് എങ്ങനെയോ ചാടിപ്പോയതാണ്. പക്ഷേ ഭയങ്കരമായിട്ട് പശ്ചാത്താപവും പ്രശ്നങ്ങളൊക്കെ ആയിട്ട് പിന്നെ അവസാനം വന്ന് ഞാൻ ഹീൽ ചെയ്ത് കൊടുത്തു വെച്ചാൽ നമുക്ക് ആ ഇമോഷൻ എടുത്ത് ഇവർ തമ്മിലൊരു അറ്റാച്ച്മെൻറ്റ് കൂട്ടാൻ പറ്റും ഹിപ്നോസിസിൽ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ മെന്റലി ക്ലോസ്ഡ് നോർമലി മെന്റലി ഇവർക്കൊരു ഡിറ്റാച്ച്മെൻ്റ് ആയിരിക്കും. എന്തെങ്കിലും ഒരു വാക്കുകൾ കൊണ്ടോ അല്ലെങ്കിൽ 1-2 ഇൻസിഡൻസ് കൊണ്ടോ ആയിരിക്കും ഇവർ തമ്മിലൊരു അറ്റാച്ച്മെൻറ്റ് വരുന്നത്. ഒരു മനുഷ്യൻ അല്ലെങ്കിൽ നോർമലി ഒരു വിവാഹവിയോധത്തിൻ്റെ ഒരു കംപ്ലീഷൻ എന്ന് പറയുന്നത് ഒരു സെക്സ്വൽ ലൈഫാണ് അല്ലേ. അതില്ലെങ്കിൽ ഒരിക്കലും അതിനൊരു കംപ്ലീഷൻ ഉണ്ടാവില്ല. അപ്പോൾ ഇതാണ് അതിൻ്റെ അൾട്ടിമേറ്റ്ലി ഒരു ഡീപ്നെസ് ഫീൽ ചെയ്യുന്ന ഒരു ഘടകം. അപ്പോൾ ഇതിൽ ഒരു ഡിറ്റാച്ച്മെൻറ്റ് പറഞ്ഞെങ്കിൽ ഒരു വ്യക്തിക്ക് സ്വാഭാവികമായിട്ടും നല്ലൊരു സെക്സ്വൽ ബന്ധത്തിലേക്ക് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ബന്ധത്തിലേക്ക് ലൈംഗിക ബന്ധം എന്നതിലേക്ക് അവർ പോകണമെന്നുണ്ടെങ്കിൽ ഇവർ തമ്മിലൊരു അറ്റാച്ച്മെൻറ്റ് ഉണ്ടാകണം, ഒരു ബിലീവ് സിസ്റ്റം ഉണ്ടാകും ഇവർ രണ്ടുപേരിൽ. ഇതിൽ എന്തെങ്കിലും ഒരു ബ്രേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു വാക്ക് കൊണ്ടോ ഒരു പ്രവൃത്തി കൊണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും നോട്ടം കൊണ്ടോ റിപ്പീറ്റായിട്ട് സംസാരം കൊണ്ടോ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ അറ്റാച്ച്മെൻറ്റ് ഉണ്ടാവില്ല. അത് പതുക്കെ ഡിറ്റാച്ച് ആകുന്നത്. ഇതിനെ നമ്മൾ അടുപ്പിക്കണമെങ്കിൽ ഹിപ്നോതെറാപ്പിയാണ് ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ. അപ്പോൾ ഇന്നത്തെ കാലത്ത് നമ്മൾ ഈ സെക്ഷൽ റിലേഷൻഷിപ്പിനെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ കുറച്ചുകൂടി കോംപ്ലിക്കേറ്റഡ് ആയി മാറുന്ന ഒരു സാഹചര്യമുണ്ട് ഇല്ലേ? നമുക്ക് ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഈ വിവാഹത്തിൽ തന്നെ കൂടുതലും ഇവർ തമ്മിലേക്ക് ഇപ്പോൾ ചേട്ടൻ നേരത്തെ പറഞ്ഞു ആദ്യം ഉണ്ടാവുന്ന ഒരു കൗതുകം കുറച്ചു കാലം കഴിഞ്ഞാൽ ഇല്ലാണ്ടാവുക. എനിക്ക് തോന്നുന്നു സ്ത്രീകളെ സംബന്ധിച്ച് അത് ഭയങ്കരമായി എഫക്ട് ചെയ്യുന്ന ഒരു പണി. പ്രത്യേകിച്ച് ഈ പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ പോലെയുള്ള പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് പിന്നീടുള്ള സെക്ഷൽ ലൈഫ് ഒരിക്കലും ഹാപ്പിയായി സ്ത്രീകൾ ആരും പറഞ്ഞു കേട്ടിട്ടില്ല ഞാൻ. അപ്പൊ അങ്ങനത്തെ ഉള്ള പ്രശ്നങ്ങളെ നമുക്ക് ഈ ഹീലിംഗ് തെറാപ്പി കൊണ്ട് അല്ലെങ്കിൽ ഹിപ്നോതെറാപ്പി കൊണ്ട് മാറ്റാൻ പറ്റും. ഒരിക്കലും ഹിപ്നോസിസ് അല്ലെങ്കിൽ ഹിപ്നോതെറാപ്പിസ്റ്റ് ഒരു ഫാൾസ് പ്രോമിസ് കൊടുക്കരുതെന്ന് പറയുന്നത്. വരുന്ന എല്ലാ കേസുകളും നമുക്ക് ഹീൽ ചെയ്യാൻ പറ്റുമെന്ന് പറയരുത്. കാരണം ഇത് ആ വരുന്ന വ്യക്തിയുടെ ഒരു താല്പര്യമാണ്. ആ വ്യക്തിയുടെ മനസ്സിലുള്ള പ്രശ്നങ്ങൾ അയാൾ തന്നെയാണ് റിലീസ് ചെയ്യേണ്ടത്.